മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കരുണയും ഈ ഉണ്ണിയുടെ ചതിയിൽ കുടുങ്ങി പോകുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണനായിട്ട് മഞ്ജുവിനും സാഗറിനും പുതിയൊരു വീട് വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ ഏൽപ്പിക്കുന്നത് മാർക്കോയുടെ കയ്യിലാണ്. അങ്ങനെ മാർക്കോ മഞ്ജുവിനെയും സാഗറിനെയും വിളിച്ചുകൊണ്ട് പുതിയ വീട്ടിൽ വന്നതും പോക്കറ്റിൽ നിന്ന് ഒരു താക്കോൽ എടുത്തിട്ട് മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി കണ്ണൻ സാറ് വാങ്ങിയ വീടാണ്. ഇത് പ്രമാണമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് മതിയായിരുന്നു എന്ന് പറയുമ്പം അതൊന്നും ശരിയാവില്ല. കോടീശ്വരനായ കണ്ണൻ സാറിൻ്റെ പെങ്ങളാ മഞ്ജു. അപ്പോൾ പെങ്ങളും അതേ രീതിയിൽ തന്നെ ജീവിക്കണം എന്നാണ് കണ്ണൻ സാറിൻ്റെ ആഗ്രഹം. എന്തായാലും കണ്ണൻ സാറിനെ സ്നേഹിക്കുന്നവർക്ക് കണ്ണൻ സാറും മഹാലക്ഷ്മിയും വാരിക്കോരി കൊടുക്കും. അതൊന്നും അറിയാത്തവരാ ചുറ്റും നിന്ന് അവരെ ഉപദ്രവിക്കാൻ നിൽക്കണേ. എന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് മാർക്കോ പറഞ്ഞത് നേരാ. എന്തായാലും രണ്ടുപേരും കൂടി വാ, ഈ താക്കോല് വാങ്ങിയിട്ട് രണ്ടുപേരും വലതുകാലം വെച്ച് കയറി വീട് തുറന്ന് അകത്തേക്ക് കയറുന്നു. അങ്ങനെ മഞ്ജു സാഗറും ചേർന്ന് ഇന്ന് താക്കോല് വാങ്ങിയിട്ട് വീട് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറിയതും വീട് നല്ല സൗകര്യം കാണുമ്പം മാർക്കോ ചോദിക്കുന്നുണ്ട്, പഴയ വീട് പോലെയാണോ അതോ ഇത് കുറച്ചും കൂടി സൗകര്യം ഇല്ലയെന്ന് ചോദിക്കുമ്പം മാർക്കോ, ഇത്രയും വലിയ വീടൊന്നും ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഒരു ചെറിയ വീട് മതിയായിരുന്നു എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ അതൊന്നും നോക്കണ്ട, എന്തായാലും സന്തോഷമായിട്ട് ഇവിടെ താമസിച്ചോ. കണ്ണേട്ടനോടും എഴുത്തിയോടും എനിക്കിങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് മഞ്ജു പറയുന്ന സമയത്ത് സാഗറും പറയുന്നുണ്ട്, അത് ശരിയാ, കണ്ണൻ സാറും മഹാലക്ഷ്മിയും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ ജീവനെ പോലെ കാണും, പക്ഷേ അവരെ എപ്പോഴും ദ്രോഹിക്കാനേ എല്ലാവരും ശ്രമിക്കാറുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഡോറിലാരോ മുട്ടനായിട്ടിട്ട് ഡോറ് തുറന്നതും ഈ ദുർഗേനെയാണ് കാണുന്നത്. ദുർഗേനെ കാണുമ്പോൾ മോഹിനിക്ക് അത്ര ഇഷ്ടമാവണമെന്നില്ല. എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ ആരാ കാണാൻ വന്നേക്കണേന്ന് നോക്കിക്ക്, പുതിയ ആളുകളൊക്കെ കാണാൻ വന്നു തുടങ്ങിയെന്ന് പറയുന്നു. അങ്ങനെ ദുർഗ അകത്തേക്ക് കയറിയതും മോളെ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നോട് ക്ഷമ ചോദിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഇനിയെങ്കിലും നല്ലൊരു അമ്മയായാൽ മതി, കണ്ണേട്ടനെ സ്നേഹിക്കുന്ന അമ്മയാവണം, അതുപോലെ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മരുമകളായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം പറ്റും മോളെ, എനിക്ക് പറ്റും, നീ കണ്ണനോട് ചോദിച്ചു നോക്ക്, വിശ്വേട്ടൻ മരിക്കണതിന് മുമ്പ് ഞാൻ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയോ, അതൊക്കെ എനിക്കറിയാം, കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും കണ്ണന് ഇഷ്ടമുള്ളതായിരുന്നു ആദ്യം ഉണ്ടാക്കണേ, അതിനുശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ കണ്ണേട്ടൻ പറഞ്ഞാൽ എനിക്കറിയാം, അതിനുശേഷം അമ്മയ്ക്ക് സ്വഭാവം മാറിയെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, വിശ്വേട്ടൻ മരിച്ചതിന് ശേഷം ആ വാമേട്ടൻ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാണ് മോളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ, എന്നാലും ആ ദുഷ്ടനായ ആങ്ങളുടെ വാക്ക് കേട്ട് കണ്ണേട്ടൻ്റെ ജീവിതമല്ലേ അമ്മ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. എന്തായാലും കണ്ണേട്ടൻ തളർന്ന് വീൽ ചെയറിലായിട്ട് മരുന്നിൽ മായം ചേർത്ത് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കാണ്ടാക്കിയത് അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പം അതേ മോളെ, ഞാൻ തന്നെയാണ് അന്ന് ആ വാമദേവൻ പറഞ്ഞു തന്നതൊക്കെ ഞാൻ അനുസരിക്കുമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു അയാളെ എൻ്റെ ഭർത്താവിനെ കൊന്നേന്ന്. എന്തായാലും ഇനി അയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിച്ച് ജീവിക്കാൻ പോകുമെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എത്രയോ പ്രാവശ്യം ദുർഗയൊക്കെ ചേർന്ന് എൻ്റെ മോളെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി, എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, എന്തായാലും കണ്ണനെയും മോളെ ആശ്രയിച്ച് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കണേ, മോളിനി വീട്ടിലോട്ട് വരാണെങ്കിൽ മോളെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, മോൾക്ക് സമ്മതമാണെങ്കിൽ, എന്തായാലും ഇനി കണ്ണനും മോളും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ പോയി താമസിച്ചോളാം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് മാറ്റം ഉണ്ടായാലും അമ്മയുടെ മരുമകൾക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല, കാരണം ഒരിക്കലും മാറില്ല, അമ്മയ്ക്ക് മാറ്റം ഉണ്ടെന്ന് പറയുന്നത് നേരെയാണെങ്കിൽ അമ്മ തന്നെ ഉണ്ണിയോട് പറഞ്ഞ് കരുണയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, അവളെ നല്ലൊരു മരുമകളാക്കണം എന്ന്. ആ സമയത്ത് ഈ ദുർഗയാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പേരും വെച്ചുകൊണ്ട് ഞാൻ പിശാചിൻ്റെ സ്വഭാവം ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്നത്, അതിന് കാരണക്കാരൻ വാമേട്ടനും ആ മേഘനാഥനൊക്കെയാണ്, അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടാവില്ല, എന്തായാലും എനിക്ക് മോഹിനിയോട് നന്ദിയുണ്ട്, മോഹിനി പ്രസവിച്ച മോഹിനിയുടെ ഈ മോളെ മോഹിനി നല്ല സ്വഭാവത്തിൽ വളർത്തിക്കൊണ്ട് വന്നു, കരുണയെ അവളുടെ അച്ഛനും മുത്തശ്ശിയും വളർത്തി കെട്ട സ്വഭാവമാക്കി കളഞ്ഞു എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അമ്മയെ ഞങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാനൊന്നും പറ്റില്ല, ഇവിടെ കരുണ വന്നിരുന്നു, എങ്ങനെയെങ്കിലും കമലേശ്വരത്തേക്ക് തിരിച്ചു വരണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ കാല് പിടിച്ചിട്ടാണ് പോയത്, എന്തായാലും അവിടെയും വരുമായിരിക്കുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അവളുടെ മുത്തശ്ശി അവിടെ വന്നിരുന്നു, ഞാൻ അവരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു, ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടൻ തീരുമാനിക്കണ പോലെ കാര്യങ്ങൾ നടക്കുമെന്ന്. അങ്ങനെ ദുർഗ ഇനിയും ഞാൻ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ നേരെ വരുന്നത് മഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ്. മഞ്ജുവിൻ്റെ വീട്ടിൽ വന്നതും സാഹിർ വന്ന് നോക്കുമ്പോൾ ദുർഗേനെ കണ്ടിട്ട്, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ, ഇനിയും ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാനാണോ എന്നൊക്കെ ചോദിച്ചു
മഞ്ജു വളരെ മോശമായി തന്നെ ദുർഗയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണേ, അല്ലാതെ തിരിച്ചൊന്നും പറയണില്ല. എന്നിട്ട് മഞ്ജു വന്നതും നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നേ, അമ്മയെ എനിക്ക് വിശ്വാസമില്ല, എന്തായാലും ആ കൊലയാളി അമ്മാവൻ്റെയും ആ പ്രതാപൻ്റെയും കൂട്ടല്ലായിരുന്നു അമ്മയ്ക്ക് ഒരിക്കലും നന്നാവാനൊന്നും പറ്റില്ല. പിന്നെ അമ്മ നന്നായി എന്ന് എനിക്ക് ബോധ്യമാവണ സമയത്ത് അമ്മയെ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ദുർഗയെ ശരിക്കും മാനസികമായി തന്നെ തളർത്തി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ പ്രതാപൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നതും പ്രതാപൻ്റെ അമ്മ ഒരു ബോക്സ് നിറച്ചും ആഭരണങ്ങൾ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഉണ്ണി വെറുതെ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, ഇല്ല നിങ്ങൾക്കിനി പൈസയ്ക്കൊക്കെ ആവശ്യം വരില്ലേ, ഇപ്പോൾ ആ വീട് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അല്ലേ, ഇനി നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും പ്രശ്നമൊന്നുമില്ല, ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ മുത്തശ്ശിയുടെ വീടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനതൊക്കെ എനിക്ക് പ്രമാണമാക്കി തരാൻ മുത്തശ്ശിയോട് പറഞ്ഞതെന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെല്ലാം ഞാൻ പ്രമാണമാക്കി വെച്ചിട്ടുണ്ട്, എന്തായാലും തൽക്കാലം ഇതൊന്നും കരണമോൾ അറിയണ്ട, കരണമോളും പ്രതാപനോടും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ നീ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തക്കാർക്കും നാട്ടുകാർക്കൊക്കെ അതൊരു ചർച്ചാ വിഷയമാവും, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടെ താമസിക്കുകയൊന്നും വേണ്ട, കമലേശ്വരത്ത് തന്നെ താമസിച്ചാൽ മതിയെന്ന്. പിന്നീട് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഉണ്ണിക്കുട്ടൻ ഈ ബോക്സ് കൊണ്ടുവന്ന് കാറിൽ വയ്ക്കുക, എന്നിട്ട് നിൻ്റെ ലോക്കറിൽ തന്നെ വെച്ചോ. ആ സമയത്ത് ഉണ്ണി ഭയങ്കര സന്തോഷത്തോടുകൂടി ഇതൊക്കെ വാങ്ങിയിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിൽക്കണമെങ്കിലും പാടൊന്നുമില്ല മുത്തശ്ശി, ഞങ്ങളുടെ തന്നെ ജ്വല്ലറി ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വിറ്റാതില്ലോ എന്ന് പറയുമ്പോൾ അത് നിൻ്റെ ജ്വല്ലറി അല്ലല്ലോ കണ്ണൻ്റെ ജ്വല്ലറി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ എന്താ, ജ്വല്ലറി ആരുടെയാണെങ്കിലും സ്വർണം വിൽക്കാൻ എളുപ്പമല്ലേ, എന്തായാലും ഞാനത് അവിടെ വിറ്റ് കാശാക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ബോക്സൊക്കെ കാറിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയും കൂടി കാറിൽ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് കരുണയാണെങ്കിൽ ഉണ്ണി വിളിക്കാൻ ചെല്ലണത് ഓർത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടതും കരുണ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പോയി വിളിച്ചു കൊണ്ടുവന്നതാണ് ഉണ്ണിയേട്ടനെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ ഉണ്ണിക്കുട്ടൻ ഇങ്ങോട്ട് വന്നതാ, എന്തായാലും നീ റെഡിയായി നിൽക്കണല്ലേ വീട്ടിലോട്ട് പോകാം വാ വണ്ടിയിലോട്ട് കയറുമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ അവിടെ ചെല്ലുമ്പം ദുർഗയും കണ്ണനൊക്കെ മോളോട് ദേഷ്യപ്പെടും, മോൾ അതൊന്നും കണക്കിലെടുക്കരുത്, അവരോട് തിരിച്ചൊന്നും പറയാൻ പോകരുത്, അവരെന്ത് പറഞ്ഞാലും മോളൊന്ന് കരഞ്ഞ് കാണിച്ചാൽ മതി, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് ഇനി മോള് പണ്ടത്തെ പോലെ ആരോടും ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനൊന്നും നടക്കരുത്, ഇനിയിപ്പോൾ ദുർഗ മോളെ ഒന്ന് തല്ലിയാൽ പോലും മോള് പ്രതികരിക്കാൻ പോകരുതെന്ന്. ആ സമയത്ത് ഉണ്ണി ഇങ്ങനെ ഇതെല്ലാം കേട്ട് പരിഹാസത്തോടുകൂടി ചിരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛനെ കൊന്ന ആളുടെ മോളായിട്ടും നിന്നെ ഞാൻ കൂട്ടാൻ വന്നത് നിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരുമൊന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ ഉണ്ണിക്കുട്ട അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ അമ്മയും ചേട്ടനും എന്തൊക്കെ കർണമോളെ പറഞ്ഞാലും നീ ഒന്നും പറയരുത് കേട്ടോടാ, അവളോട് സ്നേഹത്തിൽ പെരുമാറണം, അവളെ പൊന്നുപോലെ നോക്കിക്കോളണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശി, ഇനി ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, അതിനാലോ മുത്തശ്ശിയുടെ സ്വത്തൊക്കെ ഞാൻ വാങ്ങിയെടുത്തേന്ന്. പിന്നീട് കാരണം ബാഗൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രതാപൻ്റെ അമ്മ വീണ്ടും പറയുന്നുണ്ട് മോളിനി അവിടെയാണ് ജീവിക്കേണ്ടത്, ഒരു കാരണവശാലും മോളും കൂടി തിരികെ വരരുത്, കണ്ണൻ്റെയും ദുർഗയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോൾ അവിടെ തന്നെ നിന്നോളണം. ആ സമയത്ത് കരുണ അതിന് മറുപടി ഒന്നും പറയണില്ലെങ്കിലും ഉണ്ണിയാണെങ്കിൽ ഒരു പരിഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇനി കേസ് നടത്തി സ്വത്തുക്കളെല്ലാം പോവും, എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ ഒരു സമ്പാദ്യമില്ല, എനിക്ക് പറമ്പോ സ്ഥലമോ സ്വർണ്ണമോ ഒന്നുമില്ല എന്ന് പറയുമ്പം ഈ കരുണയ്ക്ക് സംശയം തോന്നിയിട്ട് കരുണ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിയുടെ വീടും പറമ്പും സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്, വേറെ പൈസയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞാൽ കേസ് നടത്താൻ ഒരുപാട് പൈസ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ കരുണയെ സോപ്പിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആസ്പത്രിയിൽ മഹാലക്ഷ്മിനെയും മോഹിനീനെയൊക്കെയാണ്. അവരിങ്ങനെ ഈ ദുർഗയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. എന്നാലും മോളെ അവർ മാറിയെന്ന് പറയണത് നേരാണോ എന്ന് ചോദിക്കുമ്പം എങ്ങനെ വിശ്വസിക്കാനാ അമ്മേ, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവരിങ്ങനെ മാറിയെന്ന് അഭിനയിച്ചതല്ലേ, എന്നിട്ടും ഇവർ എന്തൊക്കെ ദ്രോഹം ചെയ്തു, അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, എന്തായാലും കുറച്ച് ദിവസം നമുക്ക് നോക്കാം എന്നിട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. ലേഖ വന്നതും ഇവർ പറയുന്നുണ്ട് ദുർഗ വന്നിട്ടുണ്ടായിരുന്നു, മോളോട് ക്ഷമയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം എന്തായാലും ഇനി അങ്ങോട്ട് പോകാനൊന്നും നിൽക്കണ്ട, ഞാനിപ്പോഴേ ഒരു കാര്യം പറയാം, ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മഹിയും കുഞ്ഞിനെയും നേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, പിന്നെ നൂലുകെട്ട് കഴിഞ്ഞിട്ടാട്ടോ വിടുള്ളൂ, അമ്മയ്ക്ക് അതിന് ഇഷ്ടക്കുറവൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇല്ല മോളെ എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല, എൻ്റെ മോളെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ പിന്നെ അമ്മ പോയിക്കോ, ഇനിയിപ്പോൾ ഞാൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എനിക്കിപ്പോൾ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല മോളെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ലേഖ തന്നെ കൊച്ചിനെ എടുക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അമ്മയോട് പോകാൻ പറയണേന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് അത് നേരാ എന്ന് വിചാരിച്ച് ഞാൻ അതുകൊണ്ടൊന്നുമല്ല അമ്മയോട് പോകാൻ പറഞ്ഞ്, അമ്മയ്ക്ക് വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയാന്ന് പറയുമ്പം ഈ മോഹിനി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് രാത്രിത്തേക്കുള്ള ഭക്ഷണമായിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്.
പോയി കഴിഞ്ഞതും ഈ ലേഖ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോരെ, നമുക്കെല്ലാവർക്കും അവിടെ വിദേശത്ത് ജീവിക്കാം, ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല ലേഹേ, കണ്ണേട്ടന് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ കളഞ്ഞിട്ട് കണ്ണേട്ടൻ വരുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ബിസിനസ് നോക്കാൻ ഇവിടെ ആളില്ലേ, അതൊന്നും നിങ്ങളിനി കാര്യമാക്കണ്ടെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണയും ഉണ്ണിയും കൂടെ കാറിൽ വരുന്ന സമയത്ത് നമ്മളുടെ മാർക്കോയാണ് ഈ കാറിനെ ഫോളോ ചെയ്ത് വന്നിട്ട് കാറിൻ്റെ മുന്നിൽ വട്ടം വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടതും ഈ ഉണ്ണി പറയുന്നുണ്ട്, ഇവൻ എന്തിനായിരിക്കുമോ ഇനി നമ്മളെ തടഞ്ഞു നിർത്തിയേക്കണേന്ന്. ആ സമയത്ത് തന്നെ മാർക്കോ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൻ്റെ അവിടെ വന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് വാതിൽ തുറന്ന് ഇറങ്ങടി ഇങ്ങോട്ടെന്ന് പറയുന്നു കരുണയോട്. കരുണ അത് കേട്ടതും പേടിയോടുകൂടി ഡോറ് തുറന്നിറങ്ങിയതും ഇനിയിപ്പോൾ എന്തിനാടി നീ കമലേശ്വരത്തേക്ക് പോകണേ, കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും അവരുടെ കുഞ്ഞിനെയും ദ്രോഹിക്കാനാണ് ഓടിയെന്ന് ചോദിക്കുമ്പോൾ ഈ കരുണ ഒന്നും മിണ്ടണില്ല. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ എനിക്കറിയാം, മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവളെ ലേഡി നീ ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീയും ഇവനും ഉണ്ടാവില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ചേട്ടാ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഉണ്ണിയോട് മാർക്കോ പറയുന്നുണ്ട്, ശരിക്കും നിന്നെ ഇപ്പോൾ ആ കാറിലേക്ക് ചേർത്ത് നിർത്തി നിൻ്റെ നെഞ്ചിടിച്ച് കലക്കുക വേണ്ടത്, ആ മാതിരി പണിയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കണേ, ഇവളെ എന്തിനാടാ നീ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകണേ, അതും നിൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടോടാ, ഇനിയിപ്പോൾ എന്തെങ്കിലും സ്വത്തോ പണോ എന്തെങ്കിലും മോഹിച്ചിട്ടാണോ നീ ഇവളെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പം ഇല്ല മാർക്കോ, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവളെ എൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ നീ അങ്ങനെ പെട്ടെന്നൊന്നും മയങ്ങണ ആളല്ലല്ലോ, നിനക്ക് സ്വത്തോ പണം എന്തെങ്കിലും കിട്ടിയാലല്ലേ നീ ഇതുപോലെ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ മഹാലക്ഷ്മി നൂലുകെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരും, അവർക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണത്തിൻ്റെയും ജീവിതം അതോടുകൂടി തീർന്നു, അത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം കമലേശ്വരത്തേക്ക് പോകാനെന്നും പറഞ്ഞ് കുറേ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കരുണ ഉണ്ണി കാറി കയറി ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഈ മാർക്കോയെ കൊന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശത്രുക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയും കരുണയും കൂടി കമലേശ്വരത്തേക്ക് വരാണ്. അവരുടെ കാറിൻ്റെ ഒച്ച കേട്ടതും ദുർഗ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം ഉണ്ണിയും കരുണയും കൂടെ വന്നതാണ് കാണുന്നത്. ഉണ്ണിയും കരുണ ആ സമയത്ത് ദുർഗയെ കാണുന്നില്ല. ഉണ്ണിയാണെങ്കിൽ കണ്ണുകൊണ്ട് കയറി വന്നു പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ദുർഗ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവളെയും കൊണ്ട് വന്നാൽ, ഇവളെയും കൂടി കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അതെന്താ അമ്മേ, ഇവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ ഇവളെ ഞാൻ നോക്കണ്ടേന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാ, ഇവളുടെ വയറ്റിൽ നിൻ്റെ കുഞ്ഞാണെങ്കിൽ നീ ഇവളെയും കൊണ്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി താമസിക്കണം, ഇത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വീടാ, ഇങ്ങോട്ട് ഞാൻ കയറ്റണമെങ്കിൽ കണ്ണനെ അനുവദിക്കണം, അല്ലാതെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കയറ്റൂല എന്നും പറഞ്ഞ് ഈ ഉണ്ണീനെയും കരുണേനെയും ദുർഗ നല്ല ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇവർ സംസാരിച്ച് നിൽക്കുമ്പം അത് കേട്ടുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ ഈ കരുണേനെയും ഉണ്ണീനെയും കണ്ടിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇവളെ ഇങ്ങോട്ട് വിളിച്ചുകൊടുന്നത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് കൈവിടണം, അല്ലെങ്കിൽ ഞാൻ ഇവളെയും കൂടെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതും ഈ കരുണയാണെങ്കിൽ കൈ കൂപ്പി കണ്ണൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, നീ എന്നെ തൊഴുവൊന്നും വേണ്ട, എന്തായാലും നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഉണ്ണീനോട് പറയുന്നുണ്ട്, നീ ഇവളെ വിളിച്ചു കൊണ്ടുവന്നത് വെറുതെ ഒന്നും അല്ലാന്ന് എനിക്കറിയാം, ഒന്നിലെ പ്രതാപനോ പ്രതാപൻ്റെ അമ്മയോ സ്വത്തോ പണോ എന്തെങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ നീ ഒരിക്കലും ഇവളെ കൊണ്ടുവരില്ല എന്ന് പറയുമ്പം ഈ കരുണയ്ക്കാണെങ്കിലും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഇവളെയും കൂടി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണ ചോദിക്കുന്നുണ്ട്, ഇതും അമ്മയുടെ അഭിനയം അല്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ ഇല്ലട മോനെ, ഇതെൻ്റെ അഭിനയമൊന്നുമല്ല, ഞാൻ ശരിക്കും മാറി, സ്വത്തിലും പണത്തിലൊന്നും വലിയ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. ഈ സമയത്താണെങ്കിൽ ഉണ്ണിക്കും കരുണയ്ക്കും ഈ ദുർഗയോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ കരുണയോട് പറയുന്നുണ്ട്, പല പ്രാവശ്യം നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാനും മഹി നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്, ഇപ്പം നിന്നെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആപത്തിനാന്ന് എനിക്കറിയാം, എന്നാലും നിനക്കൊരവസരവും കൂടി തരുക, നീ എന്തായാലും ഇവിടെ താമസിച്ചോ, പക്ഷേ ഇനി നിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിയോടും കൂടിയാണ് പറയണേ, ഇവളെ മാത്രമല്ല നിന്നെയും കൂടി ഞാനിവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന്. അത് കേട്ടതും നമ്മളുടെ ഉണ്ണിയും കരുണയും ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.